സ്ക്രീൻ കാണുന്നില്ലേ? ഇല്ല സർ. ഇപ്പൊ ശരിയായോ? Yes, sir. Okay, thank you. So, last ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഡിസൈൻ ഓഫ് ആക്സിയലി ലോഡഡ് കോളംസ് ആയിരുന്നു. നമ്മളതിന്റെ നമുക്ക് റിക്വയർ ആയിട്ടുള്ള മാത്രം തിയറി ആണ് നോക്കിയിരുന്നത്. അപ്പൊ ഞാൻ ഈ ഒരു PDF ഷെയർ ചെയ്യാം. ആ സെയിം PPT-യിലുള്ള എല്ലാ കണ്ടന്റ്സും ഈ PDF-ലും ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒന്നത് റിവൈസ് ചെയ്യാം, റീക്യാപ്പ് നോക്കാം. സോ ഡിസൈൻ ഓഫ് ആക്സിയലി ലോഡഡ് കോളംസ്, അതിന്റെ ഇൻട്രൊഡക്ഷനിൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത ഷോർട്ട് കോളത്തിന്റെ ഫെയിലിയർ എങ്ങനെയായിരിക്കും. ഷോർട്ട് കോളം ആണെങ്കിൽ കംപ്രഷൻ വഴിയായിട്ടാണ് ഫെയിൽ ആവുന്നത്, അത് മെറ്റീരിയൽ ആയിട്ട് കംപ്രസ്ഡ് ആവും. ലോങ് കോളം ആണെങ്കിൽ ബക്ലിംഗ് പോലെ ഒരു ഫിനോമിനൻ ഉണ്ടാവും, അതായത് ഇനീഷ്യലി ഇത് ബെൻഡ് ചെയ്യും. പിന്നെ എന്താണ് സെൻഡർനെസ് റേഷ്യോ, എന്താണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ, അതൊക്കെ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. ഈ ഒരു കർവ് ജസ്റ്റ് ഞാൻ പറഞ്ഞിരുന്നു. നമ്മളെപ്പോഴും ഡിസൈൻ വാല്യൂ ഓയിലർ കർവിനേക്കാളും താഴെയായിരിക്കും കപ്പാസിറ്റി ഉണ്ടാവുക. ഹിസ്റ്റോറിക്കൽ റിവ്യൂ ഇസ് നോട്ട് റിക്വയർഡ് ഫോർ യു. Then we discussed regarding the residual stress എന്താണെന്നൊന്ന് ജസ്റ്റ് ഞാൻ മെൻഷൻ ചെയ്തിരുന്നു. ഓൾറെഡി മെറ്റീരിയലിലുള്ള സ്ട്രെസ് ആണ് റെസിഡ്യൂവൽ സ്ട്രെസ്, അതുകൊണ്ട് അതിന്റെ കപ്പാസിറ്റിനെ അഫക്ട് ചെയ്യും. ഇനീഷ്യൽ ഇംപെർഫെക്ഷൻ ഓൾസോ വിൽ അഫക്ട് ദ അൾട്ടിമേറ്റ് കപ്പാസിറ്റി ഓഫ് ദി കോളംസ്. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ടേബിൾ ഡിസ്കസ് ചെയ്തിരുന്നു. നമ്മൾ എസ്പെഷ്യലി നമുക്ക് ആൽഫ വാല്യൂ ഫൈൻഡ് ചെയ്യാനായിട്ട് നമുക്ക് ഏത് ബക്ലിംഗ് ക്ലാസ് ആണ് നമ്മുടെ സെക്ഷൻ എന്ന് അറിയേണ്ട ആവശ്യമുണ്ട്. സോ നമ്മൾ നോക്കിയിരുന്നതാണ്, ഐ സെക്ഷന്റെ കേസിൽ തന്നെ പല കണ്ടീഷൻസ് ഉണ്ട്. ഓരോ കണ്ടീഷൻസ് നോക്കിയിട്ട് ഏതാണ് ബക്ലിംഗ് ക്ലാസ് എന്ന് ഐഡന്റിഫൈ ചെയ്താലാണ് ആൽഫ വാല്യൂ ടു ഫൈൻഡ് ദ കപ്പാസിറ്റി. ഹലോ ഹലോ, കേൾക്കാം സർ. കണക്ഷൻ മിസ്സായിരുന്നു. എവിടം വരെ അത് കേട്ടിരുന്നു? കാണിക്കാം, ഒരു മിനിറ്റ്. ഇതുവരെ കേട്ടിരുന്നോ? യെസ് സർ, ഐ സെക്ഷന്റെ ആൽഫ വാല്യൂടെ കുറിച്ച് പറഞ്ഞിരുന്നു. ഓക്കെ, ഐ സെക്ഷന്റെ ആൽഫ വാല്യൂ നമുക്ക് അതിന്റെ തിക്നെസ് ടു റേഷ്യോസ് ഉണ്ട്. സോ ഈ റേഷ്യോസ് ഒക്കെ നോക്കിയിട്ട് വേണം നമുക്ക് ബക്ലിംഗ് ക്ലാസ് ഡിഫൈൻ ചെയ്യാനായിട്ട്. ABC സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൽഫ വാല്യൂ കിട്ടും. അതേപോലെ റോൾഡ് സെക്ഷൻ ഞാൻ പറഞ്ഞു നേരിട്ട് ഫാക്ടറി മെയ്ഡ് ആണ്. വെൽഡഡ് സെക്ഷൻ ആവുമ്പോൾ ഇൻഡിവിജ്വൽ പ്ലേറ്റ് വെൽഡ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത സെക്ഷൻ ആണ്. സോറി, അതേപോലെ തന്നെ ഹോളോ സെക്ഷൻസ് ഉണ്ട്. ABC കാറ്റഗറിയിലുണ്ട്, എയിലും ബിയിലും കാറ്റഗറിയിലുണ്ട്. വെൽഡഡ് ബോക്സ് സെക്ഷൻ കാറ്റഗറീസ് ഉണ്ട്. ചാനൽ സെക്ഷൻ ഒക്കെ തന്നെ ഒരു C എന്ന ക്ലാസ്സിലാണ് വരുന്നത്. സോ ഇങ്ങനെ ഒരു ഇത് ഫൈൻഡ് ചെയ്ത് നമുക്ക് ആൽഫ ഫൈൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഡിസ്കസ് ചെയ്ത ഒരു മേജർ കാര്യമാണ് എഫക്റ്റീവ് ലെങ്ത് ഓഫ് കോളംസ്. നമ്മൾ പറഞ്ഞത് കോളത്തിന്റെ സപ്പോർട്ട് കണ്ടീഷൻ അനുസരിച്ച് എഫക്റ്റീവ് ലെങ്ത് വേരി ചെയ്യും. ഞാനത് ഈ ഒരു ടേബിള് നമ്മൾ IS കോഡിൽ ഞാൻ കാണിച്ചു തന്നിരുന്നു. രണ്ട് താഴെയുള്ള സപ്പോർട്ടും മുകളിലത്തെ സപ്പോർട്ടിന്റെയും ട്രാൻസ്ലേഷൻ നൊട്ടേഷന്റെയും കണ്ടീഷൻ അനുസരിച്ച് അതിന്റെ എഫക്റ്റീവ് ലെങ്ത് വേരി ചെയ്യും. K/L വാല്യൂ വേരി ചെയ്യും. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്ന പോലെ നമ്മളത് നോക്കിയിട്ട് ആ വാല്യൂ ചൂസ് ചെയ്യണം. അത് ടേബിൾ നോക്കുക കേട്ടോ. ടേബിൾ 4 ഇതിലാണ്, എനിക്ക് അറിയില്ല IS കോഡിൽ ഏത് ടേബിൾ ആണെന്ന്, ഒന്നുകൂടെ എടുക്കാം. അത് കഴിഞ്ഞിട്ട് ഡിസൈനിന്റെ സ്റ്റെപ്സ്, ദാറ്റ്സ് ഫൈൻ. ഡിസൈൻ അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ലോഡ് തന്നിട്ട് കറസ്പോണ്ടിങ് ആയിട്ട് എത്ര സൈസ് ഉള്ള കോളംസ് വേണമെന്ന് ഫൈൻഡ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ തിരിച്ചൊരു കോളം തന്നിട്ട് ആ കോളം എത്ര ലോഡ് താങ്ങും, എത്ര ലോഡ് എടുക്കും എന്നുള്ളതും വേണമെങ്കിൽ ചോദിക്കാം. അത് അനാലിസിസ് ആണ്, ഡിസൈൻ ആണ്.
സോ ഒരു രീതി അറിയാമോ, നിങ്ങൾക്ക് ഒരു ഗിവൺ ക്രോസ് സെക്ഷൻ ഗിവൺ കോളത്തിന്റെ കപ്പാസിറ്റി ഫൈൻഡ് ചെയ്യാമെങ്കിൽ തിരിച്ച് ഫൈൻഡ് ചെയ്യാനായിട്ടും വലിയ ഡിഫറൻസ് ഇല്ല ഡിസൈൻ കേസിൽ. സോ നമുക്കത് ഒന്ന് ഓടിച്ച് നോക്കാം. ഒരു ഡിസൈൻ കേസിലാകുമ്പോൾ ഇത് ഞാൻ പ്രോബ്ലം എടുക്കാം, ദിസ് ബെറ്റർ. ട്രയൽ സെഷൻ അസ്യൂം ചെയ്യാം, എത്ര ഏരിയ വേണമെന്ന് ഫൈൻഡ് ചെയ്യാം, എന്നിട്ട് KL/R റേഷ്യോ ഇക്വേഷൻ നോക്കിയിരുന്നാണ് FI into KL/R സ്ക്വയർ into പൈ സ്ക്വയർ. ഇംപെർഫെക്ഷൻ ഫാക്ടർ ഞാൻ പറഞ്ഞ ABCD കോളം നോക്കിയിട്ട് നമുക്ക് ഇതിന്റെ ക്ലാസിഫിക്കേഷൻ മനസ്സിലാക്കാം. സൈ വാല്യൂ ഒരു വാല്യൂ ഉണ്ട്, ഞാൻ ലാസ്റ്റ് ക്ലാസ് റിപ്പീറ്റ് ചെയ്തതാണ്. അതായത് രണ്ട് രീതിയിൽ നമുക്ക് കോളത്തിന്റെ കംപ്രസീവ് സ്ട്രെങ്ത് ഫൈൻഡ് ചെയ്യാം. ഒന്ന് സെറ്റ് ഓഫ് ഇക്വേഷൻസ് ഉണ്ട്, ആ ഇക്വേഷൻസ് എല്ലാം സോൾവ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ നേരിട്ട് ഈ ഒരു ഫാക്ടർ നമുക്ക് ടേബിൾ വൈസ് ആയിട്ട് IS കോഡിലുണ്ട്. അപ്പൊ കറസ്പോണ്ടിങ് വാല്യൂ എടുത്തു കഴിഞ്ഞാൽ ഇത്രയും ഇതും ബിക്കോസ് ഫൈക്കും ഒരു എക്സ്പ്രഷൻ ഉണ്ട്, ലാംഡയ്ക്ക് എക്സ്പ്രഷൻ ഉണ്ട്. അപ്പൊ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും, ക്വിക്ക് ആയിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ FCDയുടെ ഇക്വേഷൻസ് അതിൽ ഈ 8th ലൈനിലുള്ള ഇതാണ്. അതായത് ഈ ഫസ്റ്റ് വൺ ബേസ്ഡ് ഓൺ ദ സെറ്റ് ഓഫ് ഇക്വേഷൻസ് ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് ബേസ്ഡ് ഓൺ ദ tabular column because psi is directly given by the IS code. സോ അങ്ങനെ PD equal to AE into FCD. സോ FCD നമ്മൾ ഫൈൻഡ് ചെയ്യുന്ന ഡിസൈൻ സ്ട്രെങ്ത് ഫൈൻഡ് ചെയ്യാനായിട്ട് എത്രത്തോളം ലോസ് ഉണ്ട്, അതായത് കോളത്തിന്റെ ലെങ്ത് കൂടുമ്പോൾ കോളം ബക്കിൾ ചെയ്യും. അതേപോലെ തന്നെയുള്ള സ്ലെൻഡർനെസ് റേഷ്യോ, അതായത് ലെങ്ത് ടു ദ ഡയമീറ്റർ, ഈ റേഷ്യോ എല്ലാം കൺസിഡർ ചെയ്തിട്ട് എത്രത്തോളം അതിന്റെ സ്ട്രെങ്ത് കുറയും എന്നുള്ള ഒരു പാരാമീറ്റർ ആണ് FCD ഇൻറ്റു ടോട്ടൽ ഏരിയ വിൽ ഗീവ് യു ദ അൾട്ടിമേറ്റ് കംപ്രഷൻ സ്ട്രെങ്ത്. സോ അങ്ങനെയാണ്. ഇത് നിങ്ങൾക്ക് പഠിക്കാനുണ്ട് അടുത്ത ടൈറ്റിലായിട്ട് ബിൽട്ടപ്പ് കോളംസ്. ജസ്റ്റ് ഒന്ന് ഇതിൽ പോകാം. ഓൾ സെക്ഷൻസ് ബിൽട്ടപ്പ് കോളംസ് മെയിൻലി ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരു സിംഗിൾ ആംഗിൾ സെക്ഷൻ ആയിട്ട് നമുക്ക് കോളത്തിന് ലോഡ് എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് രണ്ട് ആംഗിൾ സെക്ഷൻ കമ്പൈൻ ചെയ്യാം. അതാണ് ശരിക്കും ബിൽട്ടപ്പ് സെക്ഷൻ എന്ന് വരുന്നത്. സോ ഇതാണ് അതിന്റെ ഒരു ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബിൽട്ടപ്പ് സെക്ഷൻ. നമുക്ക് രണ്ട് ചാനൽസ് ഉണ്ട്, രണ്ട് പ്ലേറ്റ് നമുക്ക് വേണമെങ്കിൽ മുകളിൽ രണ്ട് സൈഡിലായിട്ട് വെൽഡ് ചെയ്യാം. ബോക്സ് സെക്ഷൻ ബിൽട്ടപ്പ് ബോക്സ് സെക്ഷൻസ്. സോ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എത്ര ലോഡ് കൂടുതലാണെങ്കിൽ ഒരു ബിൽട്ടപ്പ് സെക്ഷൻ ഉപയോഗിച്ച് നമുക്ക് ലോഡ് ക്യാരി ചെയ്യാൻ പറ്റും. ദെൻ ഇതൊക്കെ ബിൽട്ടപ്പ് സെക്ഷന്റെ ആണ്, അടുത്ത ടൈറ്റിൽ വരുന്നതാണ്. ഇനി ഇതും നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, ബ്രേസിങ്സ്, അതായത് എങ്ങനെയാ കണക്ട് ചെയ്യുന്നത്. ബേസിക്കലി ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ രണ്ട് കോളം ചാനൽ സെക്ഷൻ ഉണ്ട്. ഇവിടെ ചാനൽ 1 സെക്ഷനും ഇവിടെ ചാനൽ 2 ഉണ്ട്. സോ ചാനൽ 1 ചാനൽ 2 ഇവിടെ, അതായത് ഈ രണ്ട് എഡ്ജിൽ നിങ്ങൾ പ്ലേറ്റ് വെക്കും. സോ ഈ പ്ലേറ്റ് വെച്ചിട്ട് എങ്ങനെയാണ് ഇതിങ്ങനെ കണക്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇതൊരു C ചാനലാണ്, ഇതൊരു C ചാനലാണ്. ഇവിടെ ഒരു പ്ലേറ്റ് വെച്ച് വെൽഡ് ചെയ്തിട്ടുണ്ട്. ഈ പ്ലേറ്റ് ഇങ്ങനെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ബട്ട് ഇൻ ബിറ്റ്വീൻ ദ പ്ലേറ്റ് ഇന്റർമീഡിയന്റ് ആയിരിക്കും. അതായത് ത്രൂഔട്ട് ദ ലെങ്ത് അല്ലെങ്കിൽ ത്രൂഔട്ട് ദ ഹൈറ്റ് ഓഫ് ദ കോളം നമ്മൾ പ്ലേറ്റ് വെച്ച് വെൽഡ് ചെയ്യില്ല. ഒരു ഗ്യാപ്പ്, ഒരു സ്പേസ് ഇട്ടിട്ട് നമ്മൾ എപ്പോഴും വെൽഡ് ചെയ്യുക അല്ലെങ്കിൽ ബോൾട്ട് ചെയ്യുക ചെയ്യുന്നത്. അപ്പം അതിന് ഇൻ ബിറ്റ്വീൻ ഉള്ള പ്ലേസ് നമ്മൾ ഇതുപോലെ ലേസിങ്സും ബാറ്റൻസും പ്രൊവൈഡ് ചെയ്യും. സോ ഇതിനെ പറയുന്നതാണ് ബാറ്റൻസ്. ഇങ്ങനെ ഒരു പ്ലേറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതിന് ബാറ്റൻസ് എന്നും ഇങ്ങനെ ക്രോസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് ലേസിങ്സ് എന്നും പറയും. അപ്പോൾ ലേസിങ്സ് തന്നെ പല ടൈപ്പ് ഉണ്ട്. ഡബിൾ ലേസിങ്സ് ഉണ്ട്, സിംഗിൾ ലേസിങ്സ് ഉണ്ട്. ഇതിന്റെ തിയറി നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഇതാണുണ്ടോ സിംഗിൾ ലേസിംഗ്, ഡബിൾ ലേസിംഗ് പാറ്റേൺസ്. നമുക്ക് നമ്മുടെ പ്രോബ്ലത്തിലേക്ക് വരാം. ബേസ് പ്ലേറ്റിന്റെ ഡിസൈൻ പഠിക്കാനുണ്ട്. സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ നമുക്കറിയാം, നമ്മൾ എല്ലാ സ്റ്റീൽ ബിൽഡിങ്സ് ഡിസൈൻ ചെയ്യുമ്പോഴും സ്റ്റീൽ കോളം നമ്മൾ എപ്പോഴും ഫൗണ്ട് ചെയ്യുന്നത്, എപ്പോഴും അതിന് ലോഡ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഒരു കോൺക്രീറ്റ് ബ്ലോക്കിലേക്കായിരിക്കും. ഓക്കെ, സോ അപ്പൊ ഈ സ്റ്റീൽ കോളം ഒരിക്കലും ഡയറക്റ്റ് ആയിട്ട് കോൺക്രീറ്റിലേക്ക് വെക്കാൻ പറ്റില്ല. കാര്യം സ്റ്റീലില് വളരെ സ്ട്രെസ് കൂടുതലാണ്. ബിക്കോസ് സ്റ്റീലിന്റെ ഈൽഡ് സ്ട്രെസ് വളരെ ഹൈ വാല്യൂ ആണ്, കോൺക്രീറ്റിന്റെ വാല്യൂ വളരെ കുറവാണ്. അപ്പൊ ഒരു സ്ട്രെസ്സിന്റെ ട്രാൻസ്ഫർ വേണം. ഹൈ സ്ട്രെസ് ചെയ്യുന്ന ഒരു ലോ സ്ട്രെസ്സിലേക്ക് ഒരു ട്രാൻസ്ഫർ ചെയ്യാനുള്ള മീഡിയം വേണം. സോ ഈ മീഡിയം എനേബിൾ ചെയ്യുന്നത് ബേസ് പ്ലേറ്റ് വഴിയായിട്ടാണ്. ബേസിക്കലി ഇവിടെ നമുക്ക് കോളം ഉണ്ട്, ഇത് കോൺക്രീറ്റ് ആണ്. അപ്പൊ ഇതിനിടയ്ക്ക് നമ്മളൊരു പ്ലേറ്റ് വെക്കും. സോ ദിസ് പ്ലേറ്റ് എഫക്റ്റീവ്ലി ട്രാൻസ്ഫേഴ്സ് ദ കോളം ലോഡ് ടു ദ ഫൗണ്ടേഷൻ. അപ്പോൾ ഇതാണ് ബേസ് പ്ലേറ്റ്. ഇതിന്റെ ഡിസൈൻ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. സോ കോളം ബേസസ് വരുന്നുണ്ട്.
portion now. We'll see the problem first. Okay, ready അല്ലേ ചെയ്യാനായിട്ട് പ്രോബ്ലം? ഞാൻ പതിയെ എക്സ്പ്ലെയിൻ ചെയ്യാം. കോഡും പാരലലി ഞാൻ കാണിക്കാം. സോ അത് പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്യാം, എഴുതാം. സോ ക്വസ്റ്റ്യൻ ഇതാണ്: obtain the factored axial load on the column section ISHB 400. The height of the column is 3 meter and it's pin ended. So നമുക്ക് സപ്പോർട്ട് കണ്ടീഷൻ രണ്ട് മുകളിലും താഴെയും പിൻ കണ്ടീഷൻ ആണ്. കോളത്തിന്റെ ടോട്ടൽ ലെങ്ത് 3 മീറ്റർ ആണ്. സോ ഈ 3 മീറ്റർ ലെങ്ത് തന്നിട്ടുണ്ട്. പിന്നെ ഈ സപ്പോർട്ട് കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് എഫക്റ്റീവ് ലെങ്ത് ഫൈൻഡ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇവിടെ കോളത്തിന്റെ പ്രോപ്പർട്ടീസ് തരുന്നതിന് പകരം തന്നിരിക്കുന്നത് കോളത്തിന്റെ ഡെസിഗ്നേഷൻ ആണ്. ISHB 400 ആണ്. സോ ഈ ISHB 400ന്റെ ഓരോ വാല്യൂസ്, ഫ്ലാഞ്ചിന്റെ തിക്നെസ്, വെബിന്റെ തിക്നെസ് എല്ലാം IS കോഡിലുണ്ട്. അത് നമുക്ക് നോക്കണം. സോ FY തന്നിരിക്കുന്നത് 250 Newton/mm² ആണ്. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി 2 × 10⁵ Newton/mm², ആൻഡ് ഗാമ M 1.10. That's fine. സോ ഇനി നമുക്ക് IS കോഡ് എടുക്കാം. സോ ISHB 400. സോ ബേസിക്കലി ഇതൊരു H സെക്ഷൻ ആണ്. ഇങ്ങനെ ഒരു I സെക്ഷൻ വെർട്ടിക്കലി വെച്ചതുപോലെ ഇങ്ങനെയാണ് H നോക്കേണ്ടത്. H സെക്ഷൻ. ഇപ്പൊ നമുക്ക് അറിയേണ്ടത് ഇതാണ് ഫ്ലാഞ്ച്. ഓക്കെ, ദിസ് ഇസ് ദ ഫ്ലാഞ്ച്. കർസർ കാണുന്നില്ലേ പ്രോപ്പറായിട്ട്? സോ ഈ ഒരു എച്ച് സെക്ഷന് നമുക്ക് ഈ മുകളിലുള്ള ഈ ഒരു ഫ്ലാറ്റ് പോർഷന് പറയുന്നതാണ് ഫ്ലാഞ്ച് എന്ന്. ഫ്ലാഞ്ച് 1 ആൻഡ് ഫ്ലാഞ്ച് 2 വി ഹാവ്. ആൻഡ് ഈ ഒരു വെർട്ടിക്കൽ പോർഷന് പറയുന്നതാണ് വെബ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ തിക്നെസ്സും അതേപോലെ ഡെപ്ത് ഒക്കെ ഫൈൻഡ് ചെയ്യാനായിട്ട് നമുക്ക് IS കോഡ് റെഫർ ചെയ്യണം. അപ്പോ നമുക്ക് IS കോഡിലേക്ക് പോവാം. IS കോഡില് കോഡ് ഒന്ന് so page number 138. Page number 138 ISHB 400. So നമ്മള് ഇതൊന്ന് സൂം ചെയ്ത് നോക്കുവാണെങ്കിൽ ISHB 400 അല്ലേ? ISHB 400 ഇത് താഴേക്ക് പോവാണ്. ISHB 450 ഇവിടെയുണ്ട്. ഇത് കണ്ടോ? Any reply? Yes, sir. ISHB 400 ഉണ്ട്. അപ്പൊ ISHB 400ന്റെ പ്രോപ്പർട്ടീസ് ആണ് ഈ ടേബിളിൽ ഉള്ളത്. നമുക്ക് തന്നിരിക്കുന്ന പ്രോപ്പർട്ടീസ് വെയിറ്റ് പെർ മീറ്റർ ഉണ്ട്, സെക്ഷണൽ ഏരിയ ഉണ്ട്, ഡെപ്ത് ഓഫ് സെക്ഷൻ ഉണ്ട്, വിഡ്ത്ത് ഓഫ് ഫ്ലാഞ്ച്, തിക്നെസ് ഓഫ് ഫ്ലാഞ്ച്, തിക്നെസ് ഓഫ് വെബ്, പിന്നെ റേഡിയസ് ഓഫ് ഗൈറേഷൻ, സെക്ഷൻ മോഡുലസ്, പ്ലാസ്റ്റിക് മോഡുലസ്, ഷേപ്പ് ഫാക്ടർ. ഓക്കെ, ഒരു കാര്യം പറയുകയാണ്, അതായത് ഈ എല്ലാ ടൈപ്പ് ഓഫ് സ്റ്റീൽ സെക്ഷൻസും, ഇപ്പൊ ആംഗിൾ സെക്ഷൻ ആയിക്കോട്ടെ, ടി സെക്ഷൻ ആയിക്കോട്ടെ, ചാനൽ ആയിക്കോട്ടെ, എല്ലാത്തിന്റെയും പ്രോപ്പർട്ടീസ് ഉള്ള ഒരു ബുക്കാണ് സ്റ്റീൽ ടേബിള്. സോ സ്റ്റീൽ ടേബിള് എനിക്ക് ഗൂഗിൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ സോറി, ഓൾമോസ്റ്റ് ഇതുപോലെ ഇരിക്കും. റൈറ്റ് സൈഡിലുള്ള ഒരു ബുക്ക് പോലെ. ഇത് പല പബ്ലിഷേഴ്സ് ഉണ്ട്. ഇത് തന്നെ വാങ്ങണമെന്നില്ല. സ്റ്റീൽ ടേബിളിൽ നിന്ന്
എന്ന് വെച്ചാൽ സ്റ്റീലിന്റെ എല്ലാ പ്രോപ്പർട്ടീസും ലിസ്റ്റ് ഔട്ട് ചെയ്തൊരു ബുക്കാണ്. ഇത് പല പബ്ലിഷേഴ്സ് ഇറക്കുന്നുണ്ട്. സോ ഈ ബുക്കിലായിരിക്കും എല്ലാ സെക്ഷന്റെയും, ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല, ആംഗിളിന്റെയും ക്യാനിലും എല്ലാത്തിന്റെയും അവൈലബിൾ ആയിട്ടുള്ള ബുക്കാണ് സ്റ്റീൽ ടേബിൾ. ഇത് നിങ്ങൾക്ക് എക്സാമിന് ആവശ്യമുള്ളതാണ്. പക്ഷേ ഇപ്പൊ അറ്റ് പ്രസന്റ് നമുക്ക് ഇതില് ഈ IS കോഡിന്റെ ഏറ്റവും ബാക്കിലുള്ളത് ശരിക്കും I സെക്ഷനും X സെക്ഷനും മാത്രമാണ്. ബിക്കോസ് അതാണ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന കോളവും ബീം സെക്ഷനും. അപ്പോൾ ഡിസൈൻ റിക്വയർമെന്റ് ആയിട്ടുള്ള വളരെ ചെറിയ രീതിയിലുള്ള അല്ലെങ്കിൽ ഡിസൈൻ റിക്വയർമെന്റ് ആവശ്യമുള്ള മാത്രം സെക്ഷൻസ് ആണ് IS കോഡിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഫോർ ടൈം ബീയിങ് വി ഹാവ് ദ സെക്ഷൻ ഹിയർ ഇൻ ദ IS കോഡ്. ഒരു ദിവസം ഞാൻ കാണിക്കാം സ്റ്റീൽ ടേബിൾ എന്താണെന്നുള്ളത്. IS HP 400. സോ ഇതിന്റെ ഈ ഓരോ പ്രോപ്പർട്ടീസ് നമുക്ക് എടുത്തെഴുതണം. സോ നമുക്ക് ബാക്ക് ടു ദ പ്രോബ്ലം. സോ ഈ ഒരു രീതിയിൽ പറഞ്ഞോളൂ സർ. ഇപ്പൊ IS കോഡ് കാണിച്ചില്ല, ആ IS HP 400 അടിയിൽ തന്നെ വേറൊരു IS HP 400 ഇല്ലേ? അത് ഇപ്പൊ ക്വസ്റ്റ്യനിൽ തരാത്തതുകൊണ്ട് കുഴപ്പമില്ല. അതായത് ശരിക്കും ഇത് വെയിറ്റ് പെർ മീറ്റർ റൺ ആണ്. ക്വസ്റ്റ്യനിൽ ശരിക്കും പറയുമ്പോൾ it should be IS HP 400 at the rate 82.2 എന്നോ അല്ലെങ്കിൽ IS HP 400 at the rate 77.4 എന്നോ പറയണം കൃത്യമായിട്ട്. നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നു. ബിക്കോസ് രണ്ടിനും വെയിറ്റ് പെർ മീറ്റർ മാറുന്നുണ്ട്. ഇപ്പൊ ഈ ക്വസ്റ്റ്യനിൽ പറയാത്തത് കൊണ്ട് നമുക്കത് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ക്ലിയർ അല്ലേ? അപ്പൊ എനിക്ക് ഇതിലെടുത്ത് അറിയില്ല, ഞാൻ ചെക്ക് ചെയ്യണം ഏതെടുത്തിരിക്കുന്നത്. നമുക്കത് ക്രോസ് ചെക്ക് ചെയ്യാം. ഫ്ലാഞ്ച് തിക്നെസ് 12.7 mm. സോറി, ഫ്ലാഞ്ച് തിക്നെസ് ഓക്കെ, വിഡ്ത്ത് ഓഫ് തിക്നെസ് ഓഫ് ഫ്ലാഞ്ച് എത്രയാണ്? അപ്പൊ രണ്ട് സെയിം തന്നെയാണ്. ഇതിന്റെ രണ്ടിലും 12.7 12.7 ആണ്. ദെൻ I can and thickness 12.7 ആണ്. ഓവറോൾ ഹൈറ്റ് ഓവറോൾ ഹൈറ്റ് രണ്ടും 400 ആണ്. പിന്നെ ക്ലിയർ ഡെപ്ത് ബിറ്റ്വീൻ ദ ഫ്ലാഞ്ചസ്. ബേസിക്കലി ഇത് തിക്നെസ് ഓഫ് വെബ് വന്നിട്ടുണ്ട്. അതായത് നമുക്ക് ടോട്ടൽ ഡെപ്ത് അറിയാം, ടോട്ടൽ ഡെപ്ത് 400 അറിയാം, തിക്നെസ് ഓഫ് ഫ്ലാഞ്ച് അറിയാം. തിക്നെസ് ഓഫ് ഫ്ലാഞ്ച് 12.7 ആണ്. അപ്പൊ രണ്ട് ഫ്ലാഞ്ച് ഉണ്ട്, റൈറ്റ്? അപ്പൊ 400 മൈനസ് 2 times the 12.7 will give you the depth. അതായത് ഞാൻ പറഞ്ഞു ഇവിടെ ഫ്ലാഞ്ച് 1 and we have the flange 2. അപ്പൊ രണ്ട് ഫ്ലാഞ്ച് തിക്നെസ് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ഡെപ്ത് ഓഫ് വെബ് കിട്ടും. That is the problem. So we know the flange thickness given, overall height is given, clear depth between the flanges is found out. Thickness of web 10.6. thickness of web എവിടെയുണ്ട്? വാല്യൂ എവിടെയുണ്ട്? അത് കണ്ടോ? 10.6. Have you seen this one? കണ്ടു സർ. So അവര് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് IS HP 400 at the rate 82.2 ആണ്. ഇത് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല അല്ലെ? ക്വസ്റ്റ്യനിൽ അങ്ങനെ അത് തരേണ്ടതാണ്, ശരിക്കും അത് ഡെസിഗ്നേറ്റ് ചെയ്യേണ്ടതാണ്, പക്ഷെ തന്നിട്ടില്ല. സോ വി ആർ യൂസിങ് at the rate 82.2. ഇനി ഹാഫ് ദ ഫ്ലാഞ്ച് വിഡ്ത്ത് നമുക്കറിയാം. ടോട്ടൽ ഫ്ലാഞ്ച് വിഡ്ത്ത് എത്രയാണ്? 250 ആണ്. അത് ഇതിലുണ്ട്. ഫ്ലാഞ്ച് വിഡ്ത്ത് ഓഫ് ഫ്ലാഞ്ച് 250 ആണ്. സോ ഹാഫ് ദ വാല്യൂ ഈസ് 125. സെൽഫ് വെയിറ്റ് ഇവിടെ ആണ് 0.822 kN/m. അസ്യൂം ചെയ്തത് ഇതാണ് 0.822 kN കൺവേർട്ട് ചെയ്യണം പെർ മീറ്റർ. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ 104.66. റേഡിയസ് ഓഫ് ഗൈറേഷൻ അബൌട്ട് X ആക്സിസ്. സോ ഇതിൽ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ഇതിൽ രണ്ട് ആക്സിസ് ഉണ്ട്, മെയിൻ ആക്സിസും ഇതിന് പറയുന്നത് മേജർ ആക്സിസ് എന്നാണ്. മേജർ ആക്സിസും ഇത് മൈനറും ആണ്. സോ ഇതില് സെക്ഷൻ മോഡുലസ്, റേഡിയസ് ഓഫ് ഗൈറേഷൻ തന്നിരിക്കുന്നത് റേഡിയസ് ഓഫ് ഗൈറേഷൻ അബൌട്ട് X ആണ്. സോ ഇവിടെ ഇത് ഈ വാല്യൂസ് കറസ്പോണ്ടിങ് ടേബിള് ഈ വാല്യൂ 16.61 സെന്റിമീറ്റർ ആണ് RZ. അതായത് ഇതില് ശരിക്കും ഇതിൽ ഡെസിഗ്നേറ്റ് ചെയ്യുന്ന രീതി വ്യത്യാസമുണ്ട്. ബിക്കോസ് ഇവിടെ എക്സ് നമുക്ക് ശരിക്കും ഇത് നോക്കിയാൽ മതി. അതായത് മേജർ വാല്യൂ ഈ ഒരു ഐ സെക്ഷൻ ഇങ്ങനെ എടുക്കുവാണെങ്കിൽ ഇതിന്റെ
മൊമെന്റ് ഓഫ് ഇനേഷ്യ ഏറ്റവും ഹയസ്റ്റ് വരുന്നത് എബൌട്ട് ദ മേജർ ആക്സിസ് ആയിരിക്കും. ഈ ആക്സിസിന് അതായിരിക്കും ഏറ്റവും ഹയസ്റ്റ് ഐ വാല്യൂ വരിക, ബിക്കോസ് ഡെപ്ത് കൂടുതലല്ലേ. അതേപോലെ മൈനർ ആക്സിസ്, ഈ ആക്സിസിന് എബൌട്ട് ആയിരിക്കും എപ്പോഴും മൊമെന്റ് ഓഫ് ഇനേഷ്യ ലോവർ വരിക. വി ഹാവ് ദ ആർ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഐ ബൈ എ. അപ്പൊ ഏരിയ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഐ വാല്യൂ കൂടുമ്പോഴാണ് ആർ വാല്യൂ കൂടുക. അപ്പൊ മേജർ ആക്സിസിനുള്ള ഹയസ്റ്റ് വാല്യൂ, വൺ വാല്യൂ 16.61 one value is 5.16. അപ്പൊ about this horizontal is the 16.61 and about the vertical or the minor axis is 5.16. ഇവിടെ we have 66.61 mm as the Rx and we have the 51.6 as the 51.6 as the Ry. ഇത്ര ഓക്കെ അല്ലേ? നമ്മൾ പഠിച്ചത് നമുക്ക് ഗിവൺ ക്രോസ് സെക്ഷൻ അല്ലെങ്കിൽ ഗിവൺ സെക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ പ്രോപ്പർട്ടീസ് IS കോഡിൽ നിന്ന് എടുക്കുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി അടുത്തൊരു കാര്യം എന്നുള്ളത് ടൈപ്പ് ഓഫ് സെക്ഷൻ നമ്മൾ ഫൈൻഡ് ചെയ്യലാണ്. ഇത് ശരിക്കും അത്ര ഇമ്പോർട്ടന്റ് അല്ല, ബട്ട് സ്റ്റിൽ നമുക്ക് ഇതിന്റെ ഒരു കോഡ് കുറച്ച് ബാക്കിലേക്ക് പോകേണ്ട ഒരു ആവശ്യമുണ്ട്. ഓക്കെ, ഇതൊന്ന് നോട്ട് ചെയ്തോളൂ. അതായത് ടേബിൾ നമ്പർ 2 ലിമിറ്റിംഗ് വിഡ്ത്ത് ടു തിക്നെസ് റേഷ്യോ. ഓക്കെ, സോ ഇതില് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു സെക്ഷൻ ഐ സെക്ഷനോ അല്ലെങ്കിൽ എസ് സെക്ഷനോ ആണ് നമുക്കത് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് പ്ലാസ്റ്റിക് സെക്ഷൻ, ഒന്ന് കോമ്പാക്ട്, ഒന്ന് സെമി കോമ്പാക്ട്, പിന്നെ സ്ലെൻഡർ. സോ ഇതില് പ്ലാസ്റ്റിക് സെക്ഷൻ എന്ന് പറയുമ്പോൾ അത് അതിന്റെ ഫുൾ കപ്പാസിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന സെക്ഷൻ ആണ്. പ്ലാസ്റ്റിക്കും കോമ്പാക്റ്റും അങ്ങനെയാണ്. പക്ഷെ സെമി കോമ്പാക്റ്റ് ആവുമ്പോൾ അതിന്റെ ഈൽഡ് സ്ട്രെങ്ത് വരെ അത് എന്താ പറയാ ലോഡ് പ്രൊവൈഡ് ചെയ്യുള്ളൂ. ബിക്കോസ് നമുക്കറിയാം ഒരു സ്റ്റീലിന്റെ കേസിൽ നമുക്കൊരു ഈൽഡ് സ്ട്രെങ്ത് ഉണ്ട്, അൾട്ടിമേറ്റ് സ്ട്രെങ്ത് ഉണ്ട്. സോ അൾട്ടിമേറ്റ് സ്ട്രെങ്ത് വരെ പോകുന്ന സെക്ഷൻസ് ആണ് പ്ലാസ്റ്റിക്കും അതേപോലെ കോമ്പാക്റ്റും. ബട്ട് ലിമിറ്റഡ് ആയിട്ട് ഈൽഡ് സ്ട്രെസ് വരെ പോകുന്ന സെക്ഷൻസ് ആണ് സെമി കോമ്പാക്ട്. പിന്നെ നമുക്കുള്ള സ്ലെൻഡർ സെക്ഷൻ ആണ്. സ്ലെൻഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈൽഡിനേക്കാളും മുന്നേ തന്നെ ഫെയിൽ ആകും. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിൽ ഉറപ്പ് വരുത്താം. നമുക്ക് സെമി കോമ്പാക്ട് ആണെങ്കിൽ അതിന്റെ കാൽക്കുലേഷൻസ് ഇത്തിരി വേരിയേഷൻ ഉണ്ട്. അപ്പോൾ ഐദർ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ കോമ്പാക്ട് ആണ് സെക്ഷൻ ഉറപ്പ് വരുത്തണം. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ IS കോഡില് ഈ ലാസ്റ്റ് ലിസ്റ്റ് ഔട്ട് ചെയ്ത എല്ലാ സെക്ഷൻസും പ്ലാസ്റ്റിക് അല്ലെങ്കിൽ കോമ്പാക്ട് ആയിരിക്കും എന്തായാലും. അപ്പൊ നമുക്കൊരു പുതിയ സെക്ഷൻ വന്നാലാണ് ശരിക്കും ഇത് ചെക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. റിപ്പീറ്റ് ചെയ്യുകയാണ്, IS കോഡിൽ ഈ ലാസ്റ്റ് ടേബിളിലുള്ള എല്ലാ സെക്ഷൻസും പ്ലാസ്റ്റിക് അല്ലെങ്കിൽ കോമ്പാക്ട് ആകും. അതുകൊണ്ട് സെയിം പ്രൊസീജിയർ ആണ്. പക്ഷെ നമ്മൾ വെൽഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ വേറെ ഒരു സെക്ഷൻ എടുക്കുകയാണെങ്കിൽ മാത്രം ഇത് ചെക്ക് ചെയ്താൽ മതി. ബട്ട് സ്റ്റിൽ ഹൗ ദ കാൽക്കുലേഷൻ. അപ്പൊ ഇതില് നമുക്ക് ഉള്ളത് ഐ സെക്ഷൻ ആണ് അല്ലെ. അപ്പോ ഇത് വെബ് ഓഫ് ആൻ ഐ റോൾഡ് സെക്ഷൻ. സോ നോക്കുക, മാക്സിമൈസ് ചെയ്യും. ഇപ്പൊ ഇതിൽ നമ്മൾ മുന്നേ ബക്ലിംഗ് ക്ലാസ് ABC ഫൈൻഡ് ചെയ്ത പോലെ പല ടൈപ്പ് ഓഫ് സെക്ഷൻസ് ഉണ്ട്. ഇതിലെ ഫസ്റ്റ് വൺ വരുന്നത് ഐ സെക്ഷൻ ആണ്. ഇത് വരുന്നത് ഐ സെക്ഷൻ തന്നെ വെബിനെ മാത്രം ക്ലാസിഫൈ ചെയ്യാനാണ്. പിന്നെ അതേപോലെ ആംഗിൾ സെക്ഷൻസിനെ ഉണ്ട്, പിന്നെ സർക്കുലർ ഹോളോ സെക്ഷൻസ് ഉണ്ട്. അപ്പൊ ഓരോ സെക്ഷൻസിനെയും നമ്മുടെ അതിന്റെ പാരാമീറ്റേഴ്സ് വെച്ചിട്ട്, അതായത് ഐ സെക്ഷൻ ആണെങ്കിൽ അതിന്റെ ഓരോ പാരാമീറ്റർ വെച്ചിട്ട് അത് ഏത് ടൈപ്പ് ഓഫ് ക്രോസ് സെക്ഷൻ ആണ്, അതായത് പ്ലാസ്റ്റിക് ആണോ കോമ്പാക്ട് ആണോ എന്ന് ക്ലാസിഫൈ ചെയ്യുന്നത്. നമുക്ക് ഇപ്പൊ പ്രൊവൈഡ് ചെയ്ത സെക്ഷൻ എന്ന് പറയുന്നത് ഐ സെക്ഷൻ ആണ്, റോൾഡ് സെക്ഷൻ ആണ്. ബിക്കോസ് ഡയറക്ട്ലി ഫാക്ടറി മെയ്ഡ് ആണ്. അപ്പോ നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ ഓക്കെ നോക്കാം. അപ്പോ ഇവിടെ ചെക്ക് ചെയ്യേണ്ടത് B/TF ആണ്. ബി എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതില് തന്നിട്ടുണ്ട് ബി എന്താണ്. ഇതിന് നെക്സ്റ്റ് പേജിലേക്ക് വരുവാണെങ്കിൽ ഇവിടെ നോക്കാം. ഓക്കെ, നെക്സ്റ്റ് പേജ്, അതായത് ഞാനിപ്പോ എടുത്ത ടേബിള്
പേജ് നമ്പർ 18 ആണ്. പേജ് നമ്പർ 19ലേക്ക് വരുമ്പോൾ ഈ പേജ് 18ൽ പറഞ്ഞിട്ടുള്ള ഓരോ വാല്യൂസ് പി എന്താണ്, ടി എഫ് എന്താണെന്നൊക്കെ പിക്ടോറിക്കലി റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഫിഗറിലാണ്. അപ്പൊ നമുക്ക് നമ്മുടെ കേസ് ഇതാണ്, ഫസ്റ്റ് കേസ് ആണ്. അപ്പൊ നമുക്കറിയാം ബി എന്ന് പറയുന്നത് ടോട്ടൽ ഫ്ലാഞ്ചിന്റെ ഹാഫ് വാല്യൂ ആണ്. അതേപോലെ തിക്നെസ് ഓഫ് ഫ്ലാഞ്ച് ഇവിടെ ഉണ്ട്, അതൊരു ആവറേജ് വാല്യൂ ആണ്. തിക്നെസ് ഓഫ് വെബ് കറസ്പോണ്ടിങ് മിഡിൽ വാല്യൂ ആണ്. സോ ബാക്ക് ടു ദ കാൽക്കുലേഷൻ. സോ ഇവിടെ നോക്കുവാണെങ്കിൽ സോ റൈറ്റ് സൈഡിലെ PDF നോക്കുക. ബി ബൈ ടി നമുക്ക് അറിയാം ടോട്ടൽ ഫ്ലാഞ്ച് വിഡ്ത്ത് നമ്മുടെ കേസിൽ 250 ആയിരുന്നു, റൈറ്റ്? സോ ടോട്ടൽ ഫ്ലാഞ്ച് വിഡ്ത്ത് 250 ആണ്. അപ്പൊ ഹാഫ് ദ ഫ്ലാഞ്ച് വിഡ്ത്ത് 125. സോ 125. പിന്നെ ഉള്ളത് തിക്നെസ് ഓഫ് ഫ്ലാഞ്ച് ആണ്. തിക്നെസ് ഓഫ് ഫ്ലാഞ്ച് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. തിക്നെസ് ഓഫ് ഫ്ലാഞ്ച് എവിടെയാണ്? മുകളിൽ, ഏറ്റവും മുകളിൽ 12.7. സോ 125 ഡിവൈഡ് ബൈ 12.7 ഈസ് ഈക്വൽ ടു 9.8. സോ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ 9.8. ഇതിൽ ഓക്കെ, ഒരു ഇമ്പോർട്ടന്റ് കാര്യം, എന്താണ് എഫ്സിലോൺ? എഫ്സിലോൺ എന്താണെന്നുള്ളത് ഈ കോഡിന് താഴെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് 250 ഡിവൈഡ് ബൈ, കാണുന്നുണ്ടോ അത്? കാണാം സർ. Okay, F0 is equal to 250 divided by F by all power raised to 0.5. അപ്പോൾ നമുക്ക് ഇതിൽ തന്നിട്ടുള്ള സ്റ്റീലിന്റെ ഈൽഡ് സ്ട്രെസ് 250 ആണ്. അപ്പൊ ഈ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുമ്പോൾ 250 by 251 ആയി, 1 power 0.5. സോ വാല്യൂ ഇസ് 1. സോ നമുക്ക് ഈ ടേബിളിൽ ഇത് കൺസിഡർ ചെയ്യുമ്പോൾ, ഇപ്പോൾ സപ്പോസ് നമ്മുടെ സ്റ്റീലിന്റെ കേസിൽ ഇത് എഫ് ബൈയുടെ വാല്യൂ 415 ആയിരുന്നെങ്കിൽ 250 ഡിവൈഡ് ബൈ 415 റേസ് ടു ദ പവർ 0.5 വന്നേനെ. അപ്പൊ ആ വേരിയേഷൻ ഇവിടെ നമ്മൾ ആഡ് ചെയ്യണം. പക്ഷെ നമ്മുടെ കേസിൽ 1 തന്നെയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയ വാല്യൂ 9.8 ആണ്. സോ അത് ശരിക്കും പ്ലാസ്റ്റിക് സെക്ഷനേക്കാളും മുകളിലാണ്. പ്ലാസ്റ്റിക് സെക്ഷൻ ഷുഡ് ബി ലെസ് ദാൻ 9.4 ആണ്. ബട്ട് സ്റ്റിൽ ദ വാല്യൂ 9.8 ഈസ് ലെസ് ദാൻ 10.5. അപ്പൊ നമ്മുടെ സെക്ഷൻ പ്ലാസ്റ്റിക് അല്ല, പകരം നമ്മുടെ സെക്ഷൻ കോമ്പാക്റ്റ് ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു, പ്ലാസ്റ്റിക് ആയാലും കോമ്പാക്റ്റ് ആണെങ്കിലും അത് അതിന്റെ ഫുൾ കപ്പാസിറ്റി പ്രൊവൈഡ് ചെയ്യും. സോ നോ പ്രോബ്ലംസ്. ഓക്കെ, സോ ബി ബൈ ടി ഒരു കണ്ടീഷൻ ആണ്. അതേപോലെ ഡി ബൈ ടി. അപ്പോ ഇതിൽ നമ്മൾ ചെക്ക് ചെയ്തത് ബി ബൈ ടി എന്ന് പറയുന്നത് ഫ്ലാഞ്ച് കോമ്പാക്റ്റ് ആണെന്നാണ്. ബേസിക്കലി നമുക്ക് ഇവിടെ നമുക്ക് ഈ ഇപ്പൊ നമ്മൾ ബി ബൈ ടി എഫ് എടുത്തത് ഫ്ലാഞ്ചിന്റെ ഫ്ലാഞ്ചിന്റെ വിഡ്ത്തും ഫ്ലാഞ്ചിന്റെ തിക്നെസ്സും മാത്രം കമ്പയർ ചെയ്യുമ്പോൾ ഈ ഫ്ലാഞ്ച് പ്ലാസ്റ്റിക് ആണോ കോമ്പാക്റ്റ് ആണോ എന്ന് ഫൈൻഡ് ചെയ്തു. അതേപോലെ നമുക്ക് വെബിന്റെ കേസ് നോക്കണം. വെബും പ്ലാസ്റ്റിക് ആണോ കോമ്പാക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. സോ ഇതില് ഐദർ ഇപ്പോ ഫ്ലാഞ്ച് പ്ലാസ്റ്റിക്കും അല്ല കോമ്പാക്റ്റും അല്ല, അതിന് പകരം അതൊരു സെമി കോമ്പാക്റ്റ് ആണ്. മേ ബി നമ്മുടെ വെബ് പ്ലാസ്റ്റിക് അല്ലെങ്കിൽ കോമ്പാക്റ്റ് ആണ്. അങ്ങനെ ആയിരുന്നാൽ പോലും ഏറ്റവും കുറവ് ഏതാണ്, അതായത് ഏറ്റവും ലോവസ്റ്റ് വാല്യൂ ആയിരിക്കും ടോട്ടൽ ക്രോസ് സെക്ഷനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ക്ലിയർ ആയില്ല? ഇപ്പൊ ഇത് സെമി കോമ്പാക്റ്റ് ആണെങ്കിൽ ടോട്ടൽ സെക്ഷൻ വിൽ ബി സെമി കോമ്പാക്റ്റ്. സപ്പോസ് ഈ ഒരു ഫ്ലാഞ്ച് മാത്രം സിലിണ്ടർ ആണെങ്കിൽ ഈ വെബ് ഈവൻ പ്ലാസ്റ്റിക് ആയാലും അല്ലെങ്കിൽ കോമ്പാക്റ്റ് ആയാൽ പോലും ടോട്ടൽ ക്രോസ് സെക്ഷൻ സിലിണ്ടർ ആയിട്ട് മാറും. പക്ഷെ ഞാൻ പറഞ്ഞു, ഈ സെക്ഷൻസ് എല്ലാം തന്നെ കോഡിൽ ലിസ്റ്റ് ഔട്ട് ചെയ്ത ഇതായതുകൊണ്ട് അത് എപ്പോഴും കോമ്പാക്റ്റ് ആയിരിക്കും. അതിന്റെ പ്രൂഫാണ് കാണിക്കുന്നത്. അപ്പൊ ഡി ബൈ ടി എന്നുള്ള വാല്യൂ ഉണ്ട്. ഡി ബൈ ടിയുടെ വാല്യൂ 374.6 divided by 10.6. Thickness of web is 10.6. നമുക്ക് ഉപയോഗിക്കേണ്ട ഇക്വേഷൻസ് ഇതാണ്. ഇവിടെ എടുക്കുകയാണെങ്കിൽ വെബ് ഓഫ് ആൻ ഐ എച്ച് ഒരു ബോസ് സെക്ഷൻ ആണ്. ഇഫ് R1 is negative, R2 is positive. ഇതില്
രണ്ട് കേസുകളിലെ ഇക്വേഷൻസ് 84 epsilon by 1 by r1 but should be less than 42 epsilon. Okay, so value വരുന്നത് ഡെപ്ത് നമുക്കിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. കാര്യം ടോട്ടൽ ഹൈറ്റ് നമുക്ക് 400 അറിയാം. 400 മൈനസ് 2 times the plan thickness ആണ് 374.6. 374.6 divided by 10.6 is equal to 35.3. So ഈ വാല്യൂ ചെക്ക് ചെയ്യേണ്ടത് ഇവിടെ നോക്കുക. ഇതൊന്നും നോക്കണ്ട, ഈ വാല്യൂ നോക്കിയാൽ മതി. ബട്ട് ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ 42 എപ്സിലോൺ. അപ്പൊ ക്ലിയർ ആണ്, നമുക്ക് നമ്മുടെ വാല്യൂ 42 into 1 ആണ് വരുന്നത്, എപ്സിലോൺ 1 ആണ്. സോ നമ്മുടെ വാല്യൂ 35.3 എന്നുള്ളത് 42 താഴെ ആയതുകൊണ്ട് തന്നെ വെബ് പ്ലാസ്റ്റിക് ആണ്. നമ്മൾ മുന്നേ ഫൈൻഡ് ചെയ്തു ഫ്ലാഞ്ച് കോമ്പാക്റ്റ് ആണ്. അപ്പോൾ ഫ്ലാഞ്ച് കോമ്പാക്റ്റും വെബ് പ്ലാസ്റ്റിക്കും ആയതുകൊണ്ട് ടോട്ടൽ സെക്ഷൻ വിൽ ബി കോമ്പാക്റ്റ്, ഏറ്റവും കുറവെടുക്കണം. ക്ലിയർ അല്ലേ? അതുകൊണ്ടാണ് ഹെൻസ് ദ ക്രോസ് സെക്ഷൻ ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് കോമ്പാക്ട് എന്ന് പറയുന്നത്. ഇത്ര ഓക്കെ അല്ലേ? ഡൗട്ട് ഉണ്ടോ എന്തെങ്കിലും? ഇല്ല സർ. ഓക്കെ, താങ്ക് യു. സോ ഇനി അപ്പൊ നമുക്ക് നമ്മുടെ സെക്ഷൻ ഡിഫൈൻ ചെയ്തു, കോമ്പാക്റ്റ് ആണ്. അപ്പൊ അതിന്റെ ഫുൾ കപ്പാസിറ്റി തരുന്ന നമ്മൾ ഇത് എഴുതി കഴിഞ്ഞ് നല്ലതാണ് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ. സോ അത് അടുത്ത സെക്ഷൻ വരുന്നത് എഫക്റ്റീവ് സെക്ഷണൽ ഏരിയ. സോ ഇതും കോഡില് പ്രൊവൈഡ് ചെയ്ത് കോഡിലുള്ള IS കോഡിലുണ്ട്. കാര്യം ഇവിടെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ 10466 mm², അത് എടുത്തെഴുതി. അപ്പൊ നിങ്ങൾ ഓക്കെ, ഈ ഒരു പ്രോബ്ലം എപ്പോഴും സോൾവ് ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെ എഴുതണം. അതായത് റൈറ്റ് സൈഡിലായിട്ട് കറസ്പോണ്ടിങ് കോഡഡ് ക്ലോസും മസ്റ്റ് ആയിട്ട് എഴുതണം. പേജ് നമ്പർ വേണ്ട, ടേബിൾ എഴുതാം, അതേപോലെ ക്ലോസ് എഴുതാം. CL പോയിന്റ് ഇങ്ങനെ എഴുതാം, ക്ലോസ് 7.3.2 ഓഫ് IS 800. ഇങ്ങനെയാണ് ശരിക്കും ഒരു ഡിസൈൻ പേപ്പർ എഴുതേണ്ടത്. ബിക്കോസ് വേറെ റെഫർ ചെയ്യുമ്പോൾ നിങ്ങൾ ആ എടുത്തെഴുതിയ വാല്യൂ എന്ത് റെഫർ ചെയ്തിട്ടാണെന്നുള്ളത് പ്രൂവ് ചെയ്യേണ്ടത് ഡിസൈനറിന്റെ കടമയാണ്. സോ ഇങ്ങനെ ഒരു കാര്യം കൂടി മെൻഷൻ ചെയ്യണം. ഒരു ഐതർ ഒരു മാർജിൻ വരയ്ക്കുക അല്ലെങ്കിൽ ബ്രാക്കറ്റിൽ എഴുതുക ഓരോ ഇക്വേഷൻ കഴിഞ്ഞിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എഫക്റ്റീവ് സെക്ഷണൽ ഏരിയ നമുക്ക് പ്രൊവൈഡഡ് ആണ്. ഇനിയുള്ളത് എഫക്റ്റീവ് ലെങ്ത് ആണ്. എഫക്റ്റീവ് ലെങ്ത്തിന്റെ കേസ് വരുമ്പോൾ നോക്കാം. നമുക്ക് തന്നിട്ടുണ്ട് ബോത്ത് ദ എൻഡ്സ് ആർ പിൻഡ്, രണ്ട് എൻഡും പിൻഡ് ആണ്. സോ ആസ് ദ ബോത്ത് എൻഡ്സ് ആർ പിൻ ജോയിന്റ്, എഫക്റ്റീവ് ലെങ്ത് KL is equal to KLXY. Okay, is equal to 1 into LX, 1 into LY, 1 into 3 meter. ഓക്കെ, നമുക്ക് ആ ഒരു കറസ്പോണ്ടിങ് കോഡൽ ക്ലോസിലേക്ക് തന്നെ പോവാം. കാണുന്നുണ്ടല്ലോ അല്ലെ? സോ നമുക്ക് രണ്ട് എൻഡും പിൻഡ് ആണ്. ഇതാണ് പിൻ കണ്ടീഷൻ. കേസ് നമ്പർ 2, മുകളിലും പിൻഡ് ആണ്, താഴെയും പിൻഡ് ആണ്. സോ ഈ ഒരു കേസിൽ എഫക്റ്റീവ് ലെങ്ത് ഈസ് ഈക്വൽ ടു ടോട്ടൽ ലെങ്ത്. തന്നിരിക്കുന്ന ലെങ്ത് തന്നെയാണ് എഫക്റ്റീവ് ലെങ്ത് വരുന്നത്. ഓക്കെ, സോ ഇവിടെ പറഞ്ഞിട്ടുണ്ട് KLX എന്നും KLY എന്നും പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കേസിൽ ഈ കോളത്തിന്റെ ഒരു സപ്പോർട്ട് തന്നെ, അതായത് ഇപ്പൊ മുകളിലെ സപ്പോർട്ടുണ്ട്, താഴെ സപ്പോർട്ട് ഉണ്ട്. ചിലപ്പോ ഒരു ഡയറക്ഷനിൽ ഒരു സപ്പോർട്ടും അടുത്ത ഡയറക്ഷനിൽ വേറെ സപ്പോർട്ട് ആക്ട് ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ ഓരോ ഡയറക്ഷനിലേക്കുള്ള എഫക്റ്റീവ് ലെങ്ത് ചേഞ്ച് ചെയ്യും. അവർ പറയും, അതായത് ടുവേർഡ്സ് ദ X ഡയറക്ഷൻ ഇന്ന സപ്പോർട്ടാണ്, ടുവേർഡ്സ് ദ Y ഡയറക്ഷൻ ഇന്ന സപ്പോർട്ടാണെന്ന് പറയും. അങ്ങനെ ഈ കേസിൽ പക്ഷെ ക്ലിയർ ആയിട്ട് പിൻ എൻഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് രണ്ട് ഡയറക്ഷനിലേക്കും സെയിം കണ്ടീഷനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ വേരിയേഷൻ ഇല്ല എന്ന് പറയുന്നത്. രണ്ടും പിൻഡ് ആയതുകൊണ്ടും രണ്ടും KLX-ഉം KLY-യും സെയിം ആണെന്ന് പറയുന്നത്. ഡിഫറെന്റ് ആണെങ്കിൽ രണ്ടിന്റെ കാൽക്കുലേഷൻ മാറും, അതനുസരിച്ച് ചെക്ക് ചെയ്യണം. അപ്പൊ ഏറ്റവും വാല്യൂ ലോവസ്റ്റ് എടുക്കണം, ലോവസ്റ്റ് അല്ല ഹയസ്റ്റ് എടുക്കണം. കാര്യം സ്ലെൻഡർനെസ് എന്ന് വെച്ചാൽ L/R വാല്യൂ ആണ്. അതായത് ലെങ്ത് കൂടുന്തോറും ഞാൻ പറഞ്ഞ ബക്കിൾ ചെയ്യാൻ സാധ്യത കൂടുതലാണ്, പെട്ടെന്ന് ബെൻഡ് ചെയ്യും. അപ്പോ നമ്മൾക്ക് രണ്ട് കണ്ടീഷൻ ആണെങ്കിൽ, അതായത് LX-ഉം LY-യും വേറെ ഫൈൻഡ് ചെയ്യണമെങ്കിൽ ഏറ്റവും ഹയസ്റ്റ് വാല്യൂ ആയിരിക്കും അത് ഡിപ്പെൻഡ് ചെയ്യൂടെ. കാര്യം ഈ RX എന്നുള്ള വാല്യൂ ഡിപ്പെൻഡ് ചെയ്യും. അപ്പൊ നമുക്ക് ഇങ്ങനെ പറഞ്ഞാൽ മതി, KL/RX-ന്റെ വാല്യൂ, KLX/RX-ന്റെ വാല്യൂ എപ്പോഴും ഹയസ്റ്റ് എടുക്കണം. അതായിരിക്കും മിക്കവാറും കപ്പാസിറ്റീനെ ഡിഫൈൻ ചെയ്യുന്ന ഫാക്ടർ. അപ്പൊ ഈ കേസിൽ രണ്ടും സെയിം ആണ്, ബട്ട് ആറിന്റെ വാല്യൂ വേരിയേഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്
ഇവിടെ നമുക്ക് എടുത്ത് എഴുതിയിട്ടുണ്ട് RXന്റെ വാല്യൂ RYയുടെ വാല്യൂ രണ്ട് ഫൈൻഡ് ചെയ്യും. KLX by RX ഫൈൻഡ് ചെയ്യും. 3000 by 166.1 ഒരെണ്ണം 18.1 ആണ്, ഒരെണ്ണം 58.1 ആണ്. അപ്പൊ ഇതിനർത്ഥം ഈ y ഡയറക്ഷനിൽ ഭയങ്കര സ്ലെൻഡർ ആണ്. വാല്യൂ 58.1. സോ ഇതായിരിക്കും ഏറ്റവും ക്രിട്ടിക്കൽ ഡയറക്ഷൻ. അതായത് ഈ ഡയറക്ഷൻ ആയിരിക്കും എപ്പോഴും ബക്കിൾ ചെയ്യാൻ സാധ്യത കൂടുതൽ. ഇനി നമുക്ക് നമ്മുടെ ഇക്വേഷൻസിലേക്ക് വരാം. സൊല്യൂഷൻസ്. നമുക്കത് ബാക്കിലേക്ക് പോകണമെങ്കിൽ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ജസ്റ്റ് ഒന്നത് പറഞ്ഞിരുന്നതാണ്. അപ്പോ നമുക്ക് ഓക്കെ ഇതിലേക്ക് വരാം. അപ്പൊ നമുക്ക് ഈ FCD ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. അതാണ് മെയിൻ ഡിസൈൻ സ്ട്രെസ് വരുന്നത്. FCDക്ക് ഒരു വലിയ ഇക്വേഷൻ ഉണ്ട്. അതിൽ നമുക്ക് ഫൈയുടെ വാല്യൂ അറിയില്ല, ലാംഡ അറിയില്ല. സോ ലാംഡ നമുക്ക് ഫൈൻഡ് ചെയ്യണമെങ്കിൽ നമ്മളിപ്പോ KL/R ഫൈൻഡ് ചെയ്തു. അത് നമുക്ക് നോക്കാം. അതായത് ലാംഡ KL/R ഫൈൻഡ് ചെയ്തു. അപ്പൊ ഇതിലുള്ള എടുത്തിരിക്കുന്ന ഹയസ്റ്റ് വാല്യൂ ആണ് 58.1 ആണ് ഹയസ്റ്റ് വാല്യൂ. ഞാൻ പറഞ്ഞു റീസൺ, ലെങ്ത് കൂടുമ്പോഴാണ് കൂടുതൽ ഇഷ്യൂസ് ഉണ്ടാവുക. ലെങ്ത് അല്ല, സ്ലെൻഡർനെസ് റേഷ്യോ, L/R റേഷ്യോ ഹയസ്റ്റ് ആണെങ്കിൽ കൂടുതൽ പെട്ടെന്ന് ബക്കിൾ ചെയ്യും. സോ നമുക്ക് FY/FCC ഫൈൻഡ് ചെയ്യാനായിട്ട് √FY into KL/R all square by pi square e. ഓക്കെ, അപ്പൊ നമുക്ക് FYയുടെ വാല്യൂ ഗിവൺ ആണ് 250 into ഹയസ്റ്റ് വാല്യൂ 58.1 all power square ഡിവൈഡ് ബൈ pi square into 2 into 10 power 5. അപ്പൊ നമുക്ക് ലാംഡയുടെ വാല്യൂ കിട്ടി 0.654. അപ്പൊ ഈ ഒരു കേസ് സോൾവ് ചെയ്തു, ലാംഡയുടെ വാല്യൂ ഫൈൻഡ് ചെയ്തു. ഇനി അടുത്തുള്ളത് ഫൈയുടെ വാല്യൂ ആണ്. ഫൈ is equal to 0.5 into 1 plus alpha into lambda minus 0.2 plus lambda square. അപ്പൊ നമുക്ക് ലാംഡ അറിയാം, ഇനി ആൽഫ ഫൈൻഡ് ചെയ്യണം. സോ ആൽഫ ഫൈൻഡ് ചെയ്യാനായിട്ട് നമുക്ക് ആ കറസ്പോണ്ടിങ് ടേബിളിലേക്ക് പോകണം. ഇത് എഴുതി വെച്ചേക്ക്. ഇത് സെക്ഷൻ 7 ഈക്വേഷൻസ് ഉള്ളതൊക്കെ സെക്ഷൻ 7 ക്ലോസ് 7.1.1 എല്ലാ ഡിസൈൻ ഇക്വേഷൻസ് ഉള്ളത് നോട്ട് ചെയ്യാം. ഇനി നമുക്ക് ഇത് ഇംപെർഫെക്ഷൻ ഫാക്ടർ ഫൈൻഡ് ചെയ്യണം. ആൽഫ ഫൈൻഡ് ചെയ്യണം. ആൽഫ ഫൈൻഡ് ചെയ്യാൻ ആദ്യം നമുക്ക് ഏത് ബക്ലിംഗ് ക്ലാസ് ആണ് ഐഡന്റിഫൈ ചെയ്യണം. A ആണോ, B ആണോ, C ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യണം. അപ്പൊ നമ്മുടെ ടേബിള് ഓക്കെ, ടേബിൾ നമ്പർ 10 ബക്ലിംഗ് ക്ലാസ് ഓഫ് ക്രോസ് സെക്ഷൻസ്. അപ്പൊ നമ്മുടെ സെക്ഷൻ ഫസ്റ്റ് വൺ തന്നെ ഉണ്ട്, റോൾ ഡൈസെക്ഷൻ ആണ് നമ്മുടെ. അപ്പൊ അതില് നമുക്ക് ചെയ്യേണ്ടത് H/BFന്റെ വാല്യൂ ഫൈൻഡ് ചെയ്യണം. ഈ കണ്ടീഷൻസ് ഒക്കെ നോക്കണം. നമ്മുടെ തിക്നെസ് ഓഫ് ഫ്ലാഞ്ച് എത്ര വരുന്നത്? തിക്നെസ് ഓഫ് ഫ്ലാഞ്ച് 12.7 ആണ്. അപ്പോ കേസ് 1 ആണ്. കേസ് 1 എടുക്കണമെങ്കിൽ തിക്നെസ് ഓഫ് ഫ്ലാഞ്ച് ഷുഡ് ബി ലെസ് ദാൻ 40 mm ആണ്. അത് കറക്റ്റ് ആണ്. അപ്പോ ഇനി H/BFന്റെ വാല്യൂ 1.2ന് മുകളിലാണോ? H എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ ഡെപ്ത് ആണ്. ഇവിടെ ചെയ്തിട്ടുണ്ടാവും. So, okay, value of phi from equation phi is equal to 0.5 into 1 plus alpha into lambda minus 0.2 plus lambda square, okay, where alpha is the imperfection factor which depends on the buckling class. Now from table 7.2 of chapter 7, അത് ഇതിൽ പറയുന്നതാണ്, IS കോഡിലല്ലേ പറയുന്നത്. IS കോഡിൽ റൈറ്റിൽ കൊടുത്തിട്ടുണ്ട് ടേബിൾ 7.1 ബിക്കോസ് ഇപ്പൊ ചേഞ്ചസ് ഉണ്ട്. ഓക്കെ, ടേബിൾ 7.1 മറ്റേ ആൽഫയുടെ വാല്യൂ ആണ് അല്ലേ? അതായിരിക്കും ടേബിൾ 7.1 is wrongly noted. I think 7, table 7. ചിലപ്പോൾ ഇത് ഓൾഡ് കോഡ് ആയിരിക്കും. കോഡ് റിവൈസ് ചെയ്തപ്പോൾ ക്ലോസ് ചേഞ്ച് ആയിട്ടുണ്ടോ? സോ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോ H/BFന്റെ വാല്യൂ 400 divided by 250 is equal to 1.6. ആ വാല്യൂ 1.2ന് മുകളിലാണ്. അപ്പൊ നമ്മുടെ ഈ കേസ് സാറ്റിസ്ഫൈഡ് ആയി. H/BFന്റെ വാല്യൂ 1.2ന് മുകളിലും തിക്നെസ് ഓഫ് ഫ്ലാഞ്ച് 40ക്ക് താഴെയാണ്. ഫൈൻ. അപ്പൊ നമുക്ക് ഇനി രണ്ട് ബക്ലിംഗ് ആക്സിസ് ഉണ്ട്. ഒന്ന് ZZഉം ഒന്ന് YY ഉണ്ട്. ഇനി നോക്കേണ്ടത് okay, and also thickness of flange is 12.7. Hence for the ZZ axis buckling class A
ആൻഡ് ഫോർ ബാക്കി ഇവിടെ തന്നിട്ടുണ്ട്. അതായത് ഇസഡ് ആക്സിസ്, മേജർ ആക്സിസിന് ബക്ലിംഗ് ക്ലാസ് എയും മൈനർ ആക്സിസിന് ബക്ലിംഗ് ക്ലാസ് ഇതാണ്. ഇത് മേജർ ആക്സിസ്, ഇത് മേജറും ഇത് വെർട്ടിക്കൽ മൈനറും. സോ എയും ബിയും followed. Hence, alpha is equal to 0.344. Buckling class B will be considered. B. ഇത് B consider reason എന്ന് വെച്ചാൽ നമ്മൾ എടുത്ത LY by RY എടുത്തത് എന്ന് വെച്ചാൽ മൈനർ ആക്സിസിലാണ് കൂടുതൽ സ്ലെൻഡർ ആവുന്നത്. അപ്പോൾ ഈ ഇക്വേഷൻ ഈ ഒരു 58.1ഉം അതേപോലെ തന്നെ പോയിന്റ് ഇനി ആൽഫ വാല്യൂ ഫൈൻഡ് ചെയ്യാം. ആൽഫയുടെ വാല്യൂ ഫൈൻഡ് ചെയ്യാനായിട്ട് തിരിച്ച് കോഡിലേക്ക് പോവാം. നമ്മൾ എടുത്ത ബക്ലിംഗ് ക്ലാസ് B ആണ്. ബക്ലിംഗ് ക്ലാസ് ബിക്കുള്ള വാല്യൂ 0.34 ആണ്. ഓക്കെ, സോ 0.34 മൈനർ ആക്സിസ് ബക്ലിംഗിനെ കൺസിഡർ ചെയ്തു. ഇനി ഫൈവ് ഫൈൻഡ് ചെയ്യാം. ഫൈയുടെ ഇക്വേഷൻ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഫൈൻഡ് ചെയ്യാം. ആൽഫ അറിയാം, ലാംഡ അറിയാം. 5 is equal to 0.5x into 1 plus 0.34 ആണ് ആൽഫയുടെ വാല്യൂ ഇൻറ്റു ലാംഡ 0.654 minus 0.2 plus 0.654 all square equal to 0.791. അപ്പൊ നമ്മൾ 5 ഫൈൻഡ് ചെയ്തു. ഇനി നമുക്ക് ഇക്വേഷനിലേക്ക് പോവുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ 5 ഫൈൻഡ് ചെയ്തു, ലാംഡ ഫൈൻഡ് ചെയ്തു, FCC നമുക്ക് ഓൾറെഡി ഇക്വേഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്കിനി മുകളിലേക്ക് FCD ഫൈൻഡ് ചെയ്യാനായിട്ട് FY അറിയാം, ഈൽഡ് സ്ട്രെസ് ആണ്. ഗാമ M0 തന്നിട്ടുണ്ട്, അല്ല നമുക്ക് അറിയാം വാല്യൂ. ഫൈയുടെ വാല്യൂ ഇപ്പൊ കിട്ടി, ലാംഡ കിട്ടി. അപ്പൊ ഈ ഒരു ഫസ്റ്റ് ഇക്വേഷനിൽ പുട്ട് ചെയ്യാം. അപ്പോൾ ഇത് ജസ്റ്റ് ഇതിന്റെ ഒരു റെപ്രസെന്റേഷൻ ആണ്. അതായത് നമുക്ക് ഇതിൽ രണ്ട് ഇക്വേഷൻ കമ്പയർ ചെയ്യുവാണെങ്കിൽ FY ഇവിടെയുണ്ട്, ഗാമ M0 ഇവിടെയുണ്ട്. സോ സൈ വിൽ ബി ഈക്വൽ ടു 1/5 plus 5 square minus lambda square all power 0.5 ആണ്. സോ സൈയുടെ വാല്യൂ ഇത് ചെയ്തിരിക്കുന്നത് ഇക്വേഷൻ വഴി ഫൈൻഡ് ചെയ്തിരിക്കുന്നതാണ്. നമുക്ക് ഞാൻ പറഞ്ഞ ടേബിൾ വഴി ഉണ്ടെന്നാണ്. ടേബിൾ നോക്കാം നമുക്ക്. സ്റ്റിൽ ടൈം ബീയിങ് സൈ ഇസ് ഈക്വൽ ടു 1 ഇക്വേഷൻസ് അപ്ലൈ ചെയ്യാം. എല്ലാം അറിയാം. നമുക്ക് 5 അറിയാം, 5 കൊടുത്തു, 5 സ്ക്വയർ ലാംഡ സ്ക്വയർ 0.809 ആണ് നമുക്ക് കിട്ടിയ സൈ വാല്യൂ. ഓക്കെ, ഇനി നമുക്ക് വേണമെങ്കിൽ ഈ വാല്യൂ നമുക്ക് IS കോഡ് അതായത് ടേബിൾ വെച്ച് ചെക്ക് ചെയ്യാം. ടേബിൾ വെച്ച് ചെക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് താഴേക്ക് പോകുമ്പോൾ ഫസ്റ്റ് നോക്കേണ്ടത് ബക്ലിംഗ് ക്ലാസ് നോക്കാം. നമ്മൾ എടുത്തത് B ആണ്, ക്ലാസ് A അല്ല. ക്ലാസ് A കഴിഞ്ഞിട്ട് ബക്ലിംഗ് ക്ലാസ് B വരുന്നുണ്ട്. ഇനി KL/R വാല്യൂ നമുക്ക് ഇതിൽ എടുത്തിരിക്കുന്ന വാല്യൂ 58.1 ആണ്, റൈറ്റ്? സോ 58. അപ്പൊ നമുക്ക് ഇതിൽ ഇന്റർപോളേഷൻ്റെ ആവശ്യമുണ്ട്. കാരണം നമുക്ക് 50യിലുള്ള വാല്യൂ ഉണ്ട്, 60യിലുണ്ട്. 58.1 കൃത്യമായിട്ടില്ല. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് അറിയാം, നമ്മുടെ ഈൽഡ് സ്ട്രെസ് 250 ആണ്. സോ ഈ രണ്ട് വാല്യൂസ്, അതായത് 0.855നും 0.798നും ഇടയിലായിരിക്കും നമ്മുടെ റിക്വയർഡ് വാല്യൂ. ബട്ട് വാല്യൂ 58 ആയതുകൊണ്ട് ഇറ്റ് വിൽ ബി ഓൾമോസ്റ്റ് നിയർ ടു 0.7. ഇത് ഹയസ്റ്റ് വാല്യൂ ആണ്, ഇത് ലോവസ്റ്റ് വാല്യൂ ആണ്. അപ്പോൾ 0.8 സംതിങ് വരും അല്ലെ, 0.791. നമ്മുടെ ലാംഡ വാല്യൂ 58.1 0.809. ആസ് പെർ ദിസ് ടേബിൾ ശരിക്കും ഇതിന്റെ വാല്യൂ ഇതിന്റെ ഇടയിലാണ് വരുന്നത്. 0.798നേക്കാളും മുകളിൽ വരണം, ബിക്കോസ് ഇവിടെ വാല്യൂ കൂടുതലല്ലേ ഇന്റർപോളേറ്റ് ചെയ്യുമ്പോൾ. സോ നമുക്ക് കാൽക്കുലേഷൻ കിട്ടിയത് 0.791 ആണ്. അത് ഓൾമോസ്റ്റ് നിയർ ആണ്, വലിയ വ്യത്യാസം വരുന്നില്ല. ഓക്കെ, സോ 791 is the value we got from the calculation. Sorry, 809 ആണ് കിട്ടുന്നത്. അപ്പൊ ശരിയാണ്, ഇതല്ലേ സൈഡ് വാല്യൂ വരുന്നത് 809. ശരിയാ. കാര്യം ഞാൻ പറഞ്ഞത് 60യുടെ വാല്യൂ 0.798 ആണ്, 50യുടെ വാല്യൂ 0.855 ആണ്. അപ്പൊ 59ലേക്ക് വരുമ്പോ ഇതിനേക്കാൾ കുറച്ച് കൂടും.
0.8 വരും. അപ്പൊ നമുക്ക് കിട്ടിയ വാല്യൂ 0.809 ആണ്. അത് ഇന്റർപോളേറ്റ് നോക്കണം കിട്ടണമെങ്കിൽ പ്രോപ്പർ ആയിട്ട്. സൈ വാല്യൂ കറക്റ്റ് ആണ് നമുക്ക്. അപ്പൊ നമുക്ക് മെച്ചം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും ഇക്വേഷൻസ് ഒഴിവാക്കാം. ഈ സൈഡ് വാല്യൂ കാൽക്കുലേഷൻസും അതേപോലെ ലാംഡ ഒന്നും ഫൈൻഡ് ചെയ്യാൻ ആവശ്യം. നേരിട്ട് ഈ KLY/RYയും അത് ഇത് മാത്രം മതി. ഇവിടെ നിന്ന് ജമ്പ് ചെയ്യാം. ഈ 58.1 ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലാംഡ അല്ലെങ്കിൽ ഫൈ ഫൈൻഡ് ചെയ്യാതെ നേരിട്ട് നമുക്ക് സൈ ടേബിളിൽ നിന്ന് ഫൈൻഡ് ചെയ്യാം. അപ്പൊ അത്രയും നമുക്ക് സ്പീഡ് ചെയ്യാൻ പറ്റും. പിന്നെ കാൽക്കുലേഷൻ ഓഫ് ദ FCD ഫ്രം ദ ഫോളോയിങ് ഇക്വേഷൻ. അപ്പൊ ജസ്റ്റ് അറിയാം. ഇപ്പൊ കിട്ടിയ വാല്യൂ 0.809 ആണ്. അപ്പോൾ ഇവിടെ ഉള്ളതിൽ നമുക്ക് വാല്യൂ അപ്ലൈ ചെയ്യാം. സൈഡ് വാല്യൂ നമുക്ക് അറിയാം 0.809 ഡിവൈഡ് ബൈ ഗാം 1.1 ചെയ്യുമ്പോൾ 183.86. അപ്പൊ നോക്കുക, ഈ പറയുന്ന സ്റ്റീലിന്റെ ഈൽഡ് സ്ട്രെസ് 250 ആണ്. നമ്മൾ നോർമലി നമ്മൾ കപ്പാസിറ്റി ഫൈൻഡ് ചെയ്യുമ്പോൾ ഈൽഡ് സ്ട്രെസ് ഇൻറ്റു ഏരിയ ആണ് ഫൈൻഡ് ചെയ്യുന്നത്. പക്ഷെ ഇതിന്റെ കോളത്തില് ഇത്രയും ലെങ്ത് കൂടുതലായതുകൊണ്ട് അതിന്റെ ഡിസൈൻ സ്ട്രെസ് 250-നേക്കാളും താഴെയാണ്. 183.86 ആണ്. ഇത് എപ്പോഴും ചെക്ക് ചെയ്യുക. നിങ്ങളിപ്പോ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴും എപ്പോഴും നോക്കേണ്ട ഒരു ചെക്കാണ്. നമുക്ക് കിട്ടുന്ന ഡിസൈൻ സ്ട്രെസ് എപ്പോഴും സ്റ്റീലിന്റെ ഈൽഡ് സ്ട്രെസ്സിനേക്കാളും താഴെ ആയിരിക്കും. അപ്പൊ നിങ്ങൾക്കൊരു ചെക്ക് ചെയ്യാനായിട്ടുള്ള വാല്യൂ ആണ് അത്. അപ്പൊ 183 ആണ് കിട്ടുന്ന വാല്യൂ. ഇനി നമുക്ക് ഏരിയ അറിയാം. ഏരിയ ഇൻറ്റു ദ ടോട്ടൽ capacity will give, or stress will give you the capacity. So this column will take 1924.28 kilonewton. നിങ്ങൾക്ക് അടുത്തൊരു ഫ്രീ അല്ലേ? അല്ല സർ, ഞങ്ങളോട് ലാൻഡ്സ്കേപ്പിന്റെ മാം പറഞ്ഞായിരുന്നു ക്ലാസ് എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കണം. ഞാൻ മൈൻഡ് ചെയ്യാം.